അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? നൂറ ഹബീബ് മുത്തുമണി പോലെ ചില കാര്യങ്ങൾ നിങ്ങളോടും കൂടെ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ചില ജാഹിലീങ്ങൾ ഇങ്ങനെ വേഷം കെട്ടി വന്നിട്ട് അവർ വലിയ ഹൗലിയായി ചമഞ്ഞ് സാധാരണക്കാരിങ്ങനെ പറ്റിക്കുകയാണ്. അവരുടെ ആ പറ്റിക്കലിൽ വീണ് കൊടുക്കുകയാണ്. നമ്മൾ മനഃപൂർവ്വം പോയി ഈയാമ്പാറ്റകളെ പോലെ വീണ് കൊടുക്കുകയാണ്. എന്നിട്ട് ഏതോ ഒരുത്തിയെ ദിവ്യഗർഭമുണ്ടാക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇല്ലേ, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ ജാതി കോലങ്ങളുടെയൊക്കെ പിന്നാലെ പോയിട്ട് ദിവ്യഗർഭം ആസ്വദിക്കാൻ പോയത് ആരാണാവോ? അല്ലാഹു ആലം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് ഈ ദിവ്യഗർഭം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെന്ത് ഗർഭമാണെന്ന് അല്ലാഹു ആലം. ഏത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് യാ റബ്ബി? ഏത് ഇസ്ലാമിനെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്? ഏറെ സങ്കടം നിറഞ്ഞൊരു കാര്യമാണ് കേട്ടോ അത്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഉമ്മത്തിന് ബോധം കൊടുക്കട്ടെ. ഇങ്ങനെ കുറേ ആൾക്കാർ യൂട്യൂബ് ഉണ്ടാക്കി വരികയാണെന്ന്. അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക് യൂട്യൂബിൽ വന്നിരുന്ന് ഷോർട്സ് ഇട്ട് കഥ പറയാനാണല്ലോ പരിപാടി ഇല്ലേ? അതല്ലേ അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ പരിപാടി. എന്നിട്ട് അതിൻ്റെ എങ്ങനെയാണ് എത്രയും ആളുകളാണെന്നറിയോ അതിൽ ലൈവിലൊക്കെ പോയിരുന്നിട്ട് ദുആ ചെയ്യണേ എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ സങ്കടം വരും. എന്നാലും മാന്യമായിട്ട് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആലിമീങ്ങളുടെ ആരും ഉണ്ടാവില്ല അവരുടെ വീഡിയോസ് കാണാനായിട്ട്. ഇങ്ങനത്തെ കുറേ ആളുകളുടെ വീഡിയോസ് കാണാൻ പൊക്കിപ്പിടിക്കാൻ കുറേ താത്താന്മാരും കാക്കാന്മാരും നടക്കാൻ, ഞങ്ങളങ്ങ് പറ്റിച്ചോ എന്നും പറഞ്ഞിങ്ങനെ നടക്കാൻ. എന്നിട്ട് കുറ്റം മുഴുവൻ ഇത് കഴിയുമ്പോഴത്തേക്കും ഇവന്മാരൊക്കെ സമസ്ത തള്ളിക്കളഞ്ഞ ഉലമാക്കൾ തള്ളിക്കളഞ്ഞ ആളുകളാണ്. ഇനി ഇവന്മാരൊക്കെ എന്തെങ്കിലും കേസിൽ പിടിച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ സമസ്തക്കാരുടെ പരിപാടി എന്നാണ്. സമസ്തക്ക് എന്ത് ബന്ധമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പിന്നാലെ പോകുന്നവർ മക്കളെ ഭയങ്കര അപകടമല്ലേ ഇത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരട്ടെ. എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ പറഞ്ഞിട്ട് അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീഡിയോ എത്തിക്കാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ ബോധം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൻ്റെ ഫലം കിട്ടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. 10-13 കൊല്ലം മുമ്പേ കോയമ്പത്തൂർ നമ്മുടെ ഉക്കടം മാർക്കറ്റ് പള്ളിയിൽ ഞാനിങ്ങനെ ദിക്ർ ഹൽക്ക് നടത്തുകയാണ്. ദിക്റൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ മുകളിലേക്ക് ചെന്നപ്പോൾ ഒരാൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉസ്താ ഉങ്കട ദുആ പ്രമാദം അടിപൊളി ദുആ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് പൊക്കാൻ തുടങ്ങി. ഭയങ്കര പൊക്കൽ. നമ്മൾ ഇങ്ങനെ 10-13 കൊല്ലം മുമ്പല്ലേ, അങ്ങനെ ബോധമൊന്നും വല്ലാണ്ട് വെച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ പുള്ളി പൊക്കണതിനനുസരിച്ച് അപ്പോൾ അൽഹംദുലില്ലാ. അപ്പോൾ പുള്ളി ഇങ്ങനെ പരിചയപ്പെടുത്താൻ ഞാനൊരു വലിയുല്ലാഹിയുടെ മകനാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. ഒരു വലിയൻ്റെ മകനിങ്ങനെ നേരിട്ട് കിട്ടുകയല്ലേ, അൽഹംദുലില്ലാ. അപ്പോൾ ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറയാൻ, സതേ എൻ്റെ ബാപ്പയുടെ ആണ്ട് നേർച്ചയുടെ സമയമായിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഉസ്താദ് ദുആ ചെയ്യാൻ പറ്റും. അല്ലാ, ഞാൻ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇല്ല, അതിന് ദുആ സമ്മേളനത്തിനൊക്കെ വല്ല സയ്യിദന്മാരെയോ അന്നിപ്പോൾ എനിക്ക് 10-13 കൊല്ലം മുമ്പാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങനെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എക്സ്പീരിയൻസുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനില്ല. നിങ്ങളത് വേറെ സയ്യിദിനെയോ അല്ലെങ്കിൽ നല്ല ആലിമീങ്ങളെയൊക്കെ നോക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ലില്ല നീങ്കതാ വരണം വേറെ ആരും പറ്റാതെ. ശരി, അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ നമ്മൾ ഡേറ്റ് നോക്കിയപ്പോൾ പുള്ളി പറഞ്ഞ ഡേറ്റിന് എനിക്ക് ഒഴിവുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഡേറ്റ് കൊടുത്തു. അപ്പോൾ റാത്തീബിനും അതുപോലെ തന്നെ മൗലിദിനും ദുആ മജ്ലിസിനും ഒക്കെ ഉസ്താദ് നേതൃത്വം കൊടുക്കണം. അൽഹംദുലില്ലാ സന്തോഷമായി. കാരണം ഒരു വലിയൻ്റെ മകൻ വന്ന് വിളിച്ചു, ഒരു വലിയുല്ലാഹിയുടെ റൂസിനാണ്, അവിടെ ചെന്നിട്ട് അവരെ ഒന്ന് സിയാറത്തൊക്കെ ചെയ്യാം എന്നിങ്ങനെ കരുതി. അപ്പോൾ സമയം വന്നു, അങ്ങനെ പോകാനായി. മഗ്‌രിബിനോട് അടുത്ത സമയം കേട്ടോ. ഞാനിങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ നാണായിട്ട് പാടുണ്ടായില്ല. കാരണം എന്താണെന്നറിയോ, ഇവരെന്നെ വിളിക്കാൻ വരുന്നത് ഒരു ഓടി കാറിലാണ്. ഫ്രണ്ടിലും ബാക്കിലുമൊക്കെ പൈലറ്റ് വാഹനമൊക്കെ ഉണ്ട് എന്നെ കൊണ്ടുപോകാനായിട്ടേ. അങ്ങനെ ഞാനും എൻ്റെ 2 മുത്തുമണികളായ കുട്ടികളുണ്ട്. മാഷാ അല്ലാ, 2 എൻജിനീയറാണ്. അവർ എൻ്റെ സ്റ്റുഡൻസും കൂടെ ആയിരുന്നു, എൻജിനീയേഴ്സാണ്. നല്ല ദീനി പ്രവർത്തകരായ കുട്ടികളാണ്. അവർ 2 പേരും എൻ്റെ കൂടെ ഉണ്ട്. ഞാനും കയറി. അങ്ങനെ ഞങ്ങൾ പോവാണ്. സത്യം പറഞ്ഞാൽ എനിക്കാദ്യം ഭയങ്കര ഒരു നാണമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഇതിനും മാത്രം നമ്മളില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നപ്പോൾ എന്താണ്, വലിയ ആൾക്കൂട്ടം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഇരുട്ടായല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇറങ്ങുന്ന സമയത്ത് മാഷാ അല്ലാ ഇങ്ങനെ എന്ത് ചെയ്തു, ഈ ചുവന്ന പരവതാനി വിരിച്ചിട്ട് എന്നെ സ്വീകരിക്കണം. അപ്പുറം ഇപ്പുറം പൂക്കളൊക്കെ എറിയുന്നുണ്ട് എൻ്റെ നേരെ. എനിക്കെന്നെ നാണായിട്ട് പാടില്ല. പടച്ചോനെ ഇപ്പം ഞാൻ ആരായല്ല. അപ്പോൾ അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ആ മക്കാമിൻ്റെ അവിടെ എത്തുന്ന സമയം, ഇത് കോയമ്പത്തൂരിൽ നിന്ന് ഇത്തിരി ഔട്ടർ ഭാഗമാണ്. ചെട്ടിപ്പാളയൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി ഔട്ടർ ഏരിയയിലാണ് ആ മക്കാമുള്ളത്. അതുകൊണ്ട് തന്നെ അകന്ന് പോകുന്നതോറും ഇച്ചിരി ഇരുട്ട് ഇങ്ങനെ നിറഞ്ഞു വരുന്ന സമയം ബാങ്ക് വിളിക്കാറുമായിട്ടുണ്ട്. അപ്പം ഞാൻ ആ മക്കാമിലേക്ക് കയറാൻ പോയപ്പോൾ എൻ്റെ റബ്ബെന്നെ കാത്തതാണ്. കാരണം ആ സമയത്ത് ബാങ്ക് വിളിച്ചു.
അപ്പോൾ മക്കാമിൽ കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമുക്ക് നിസ്കരിച്ചിട്ട് മക്കാമിൽ കയറാം, സിയാറത്ത് ചെയ്യാം. അപ്പോൾ എന്നോട് പറഞ്ഞു നീങ്ക തൊഴുതിക്കെങ്കേ, എന്താണ് നീങ്ക തൊഴുതിക്കെങ്കേ, നിങ്ങൾ നിസ്കരിച്ചോന്നോ? അപ്പോൾ നീയൊക്കെ ഏതാ? അപ്പം ഞാൻ ഇവന്മാരാണെങ്കിലും വന്നൂല, ഞാനും എൻ്റെ പിള്ളേരും 1-2 ആളുകൾ അവിടെ ഉള്ളവരും കൂടെ നിസ്കരിച്ചു, ജമാഅത്തായിട്ട് നിസ്കരിച്ചു. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർ നിസ്കരിച്ചില്ലാന്നേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ആ ഒരു മക്കാമിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ ചുറ്റും കുറേ ആൾക്കാരിരുന്ന് വട്ടം കൂടി ഇരുന്ന് വീഡിയോ വലിക്കുന്നുണ്ട്. മഗ്‌രിബിൻ്റെ നേരത്ത് നിസ്കാരമില്ല, ഇവന്മാർ വട്ടം കൂടി ഇരുന്ന് വീഡിയോ വലിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അതൊക്കെ ആരാ? ഉസ്താ അത് മസ്താന്മാരാണ്. ആയിക്കോട്ടെ. ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് ഒരുമിച്ച് ഒരു കോൺഫറൻസ് പോലെ ഇരുന്ന് ഒരു വീഡിയോ വലിക്കുന്ന മസ്താന്മാർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അവരുടെ ഇടയിൽ ചെന്നിങ്ങനെ ഇരുന്നു. ഇവരുടെയൊക്കെ ഒരു നോട്ടം ഭാവം കണ്ടപ്പോൾ അല്ലാഹ് ഞെട്ടിപ്പോയി. പേടിച്ചിട്ടാട്ടോ ഇരുന്നത്. അപ്പോൾ ഇരുന്നതിൻ്റെ ഇടയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇന്നൊക്കെയാണെങ്കിൽ ജിഹാദം ചെയ്യുന്നങ്ങൾ കയറി ചെന്നേനെ, അന്ന് പക്ഷേ പേടിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ എന്നോട് ഭയങ്കര വെയിറ്റ് ഇട്ടൊക്കെയാണ് ഇവർ ചോദിക്കണത്, എവിടെന്നാ? അപ്പം ഞാനും വെയിറ്റ് കുറക്കാൻ നിന്നില്ല, ഞാനും പറഞ്ഞു ഇവിടെ അടുത്തുന്നാ. അടിപൊളി. അപ്പോൾ എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെന്നാ? തൊണ്ട ഇപ്പോഴും വേദനിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ആലുവയിൽ നിന്നാണ്. സംഗതി കത്തി എനിക്ക്. പിന്നെ ഞാൻ ഒന്നും പറയാൻ നിന്നില്ല. ഞാൻ അവിടെ നിന്ന് എണീറ്റു. പഠിച്ചോനെ ഈ ഷെറിൻ്റെയിലേക്ക് നീ വരുത്തല്ലേ അല്ലാന്ന് വരുന്നുണ്ട് ഞാൻ എണീറ്റു. അപ്പോൾ അപ്പുറത്ത് റാത്തീബ് നടത്താൻ വിളിക്കുന്നുണ്ട്. റാത്തീബ് നടത്താൻ ചെന്നിട്ട് ഇവന്മാരൊന്നും വന്നില്ല കേട്ടോ, കുറച്ച് പേര് വന്നിരുന്നു. റാത്തീബ് നടത്തി. ഞാൻ എന്നിട്ട് അപ്പോഴും ഞാൻ സിയാറത്ത് ചെയ്യാൻ കയറിയില്ല അതിൻ്റെ തൊട്ട്. എനിക്കാണെങ്കിൽ ആ മക്കാമിലേക്ക് കയറാൻ ഭയങ്കര പ്രയാസം. അള്ളാഹ് എൻ്റെ കൽബിൽ ഇങ്ങനെ ഇട്ട് തരുന്നുണ്ട്. അൽഹംദുലില്ലാ. റബ്ബ് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ നല്ലത് തോന്നിപ്പിച്ച് രക്ഷപ്പെടുത്തുമല്ലോ. അൽഹംദുലില്ലാ. ചിലപ്പോൾ അള്ളാഹു തആല അങ്ങനെ തോന്നിപ്പിക്കും. അത് മുഅ്മിനീങ്ങൾക്ക് അടയാളമുണ്ട്. അള്ളാഹു നമ്മൾ വലിയ മുഅ്മിനായിട്ടൊന്നുമില്ല, എന്നാലും മഹാത്മാക്കളുടെയൊക്കെ കൂടെ നടന്നതിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പല കുടുക്കുകളിൽ നിന്നും. അങ്ങോട്ട് കയറാൻ അനുവദിക്കണില്ല, മനസ്സ് തോന്നണില്ല. ഇതൊക്കെ കൂടെ കണ്ടപ്പോൾ ഒന്നും കൂടെ കയറണ്ടെന്നുള്ള ഒരു ഉറപ്പ് കിട്ടി. അങ്ങനെ ഞാൻ റാത്തീബൊക്കെ നടത്തിയിട്ട് ഖാദിരിയ ത്വരീഖത്ത് എന്താണെന്ന് ചെറിയ നിലക്കൊന്ന് വിശദീകരിച്ചു. ഇവർ ഖാദിരികളാണെന്നാണ് പറയണത്, പാക്ക കൂതറകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഖാദിരിയൊന്നുമല്ല അവന്മാർ. ഞാൻ അവിടെ ഖാദിരിയ ത്വരീഖത്ത് എന്താണെന്ന് വിശദീകരിച്ചു, എന്നെക്കൊണ്ട് അറിയുന്ന പോലെ കുറച്ച് വിശദീകരിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒറ്റെണ്ണത്തിൻ്റെ മുഖം തെളിയണില്ല. എന്നോട് പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടോ, പരിപാടി കഴിഞ്ഞ് ദ്വായിരുന്നു. എന്നിട്ട് ഞാൻ കയറണില്ല, സിയാർത്ത് ചെയ്തിട്ട് പോകാൻ. അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ സിയാർത്ത് ചെയ്യേ, ഞാനൊരു ദിവസം കൽബിൽ റാഹത്തായിട്ട് വന്നിട്ട് സിയാർത്ത് ചെയ്തോളാം, അവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല, ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലിങ്ങിന് കിട്ടുകയാണ്. എങ്ങനെ രക്ഷപ്പെടണം? അള്ളാഹു ഇതിൻ്റെ ശാപറങ്ങുന്നൊക്കെയുള്ള പേടിയാണ് എനിക്ക്. കാരണം മനഃപൂർവ്വം നിസ്കരിക്കാതിരിക്കുകയാണ്. അവിടെയുള്ള ഒറ്റെണ്ണത്തിൻ്റെ ബുദ്ധി നീങ്ങിയിട്ടില്ല, അമ്മമാരിങ്ങനെ മനഃപൂർവ്വം നിസ്കരിക്കാതിരിക്കുകയാണ്. ഇത് ഇങ്ങനൊരു സ്ഥലം, അത് അള്ളാൻ്റെ ഔലിയാക്കളുടെ പേരിലുള്ളൊരു തട്ടിപ്പും കൂടെയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിൽക്കാൻ തോന്നണല്ലോ എനിക്ക്, പെട്ടെന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഞാൻ പിള്ളേരോട് പറയുന്നുണ്ട്, മക്കളെ ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട, നമുക്ക് പോവാം. അപ്പോൾ അവർ കഴിക്കാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഡയറ്റിലാണ്, രാത്രി അങ്ങനെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തടി സലാമത്താകാൻ നോക്കി. അവരുടെ മുഖത്തൊക്കെ ആകെ മ്ലാനത വരുന്നു ഇതൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ. നിസ്കാരമില്ലാത്തൊരു തുരീഖത്തുമില്ല. ഗൗസുൽ ആലം സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു നലവേറും ഈശ തൊഴുതോരു വുളുവാലേ 40 സുബ്ഹ് തൊഴുതോവർ. ഇശാ നിസ്കരിച്ച വുളു കൊണ്ട് 40 കൊല്ലാണ് സുബഹി നിസ്കരിച്ചത് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അത്ര സുന്നത്തിൽ കൃത്യത പാലിച്ച മഹാനാണ് ജീലാനി തങ്ങൾ. അവരുടെ പേരും പറഞ്ഞിട്ട് നിസ്കാരമില്ലാണ്ട് ഇവന്മാർ എന്ത് കളത്തറി കാണിക്കുന്നത്? എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓടിക്കാർ നോക്കി നിൽക്കണം എന്നെ കൊണ്ടുപോകാൻ ഇപ്പോൾ വരുമെന്ന് എഴുതിയിട്ട്. എവിടെ ഓടിയില്ല, ഒന്നുമില്ല. AC പോലും വർക്ക് ചെയ്യാത്തൊരു ഇന്ത്യക്കയിലാണ് ഇവന്മാരുടെ തിരിച്ചു കൊണ്ടുവന്നാക്കണത്. ഇന്ത്യക്കായാലും വേണ്ടൂല, എന്തിക്കായാലും വേണ്ടൂല, അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ്. രക്ഷപ്പെട്ടു. പിറ്റേന്ന് കേട്ട വാർത്ത, ഷാഫി ചിന്നപ്പയ്യൻ ലൂസുപ്പയ്യൻ അവനക്ക് എന്നെ തെരിയും, അവനക്ക് ഒന്നും ഒരു മണ്ണാങ്കട്ടിയും തെരിയാത്, അവനെല്ലാം ഒരു ആലിം കിടയാത് എന്ന് പറഞ്ഞാൽ അവന് മണ്ണാങ്കട്ട് അറിയാൻ പാടില്ല. എനിക്ക് അവനെ ഒരു ആലിമുമല്ല, കാരണം ഇന്നലെ വരെ ഉസ്താദും കുത്തുബുൽ അക്താബൊക്കെ ആക്കി കൊണ്ടുപോയതാണ്. ഏതായാലും ദീൻ തുറന്നു പറഞ്ഞപ്പോൾ നമ്മളൊരു മണ്ണാങ്കട്ടി അല്ലാതായി. അവരെന്നെ പൊക്കിയാൽ ഞാൻ തകർന്നില്ലേ, അവരെന്നെ ചീത്ത പറയണം, എപ്പോഴാണ് എനിക്ക് അൽഹംദുലില്ലാ പറയാൻ പറ്റുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ മസ്താന്മാരെന്ന് പറഞ്ഞ് വേഷം കെട്ടിയിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവരാണോ യഥാർത്ഥ മസ്താന്മാർ? യഥാർത്ഥ മസ്താന്മാരാരാ? എന്താണ് ഈ മസ്താന്മാർ? ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായൊരു ഹദീസുണ്ട്, റുബ്ബ അശ്ഗത അഗ്ബറ മദ്ഫൂഅൻ ബിൽ അബ്വാബ്. ശരീരം മുഴുവൻ അഴുക്കുപുരണ്ട, മുടി ജട പിടിച്ച, വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ,
ഒരു വാതിൽക്കൽ വന്ന് മുട്ടിയാൽ നമ്മൾ ആട്ടിയോടിക്കുന്ന തരം ചില അടിമകൾ, കണ്ടാൽ ഒരു റാഹത്തും തോന്നാത്ത തരം ചില അടിമകൾ അള്ളാഹ്ക്കുണ്ട്. ലൗ അഖ്സമ അലല്ലാഹ്, അവരെങ്ങാനും അള്ളാഹുവിൽ വല്ലതും സത്യം ചെയ്തു പറഞ്ഞാൽ, അള്ളാഹിനെ പിടിച്ചവർ വല്ലതും പറഞ്ഞാൽ ല അബറ, അള്ളാഹ് അതങ്ങ് നടപ്പാക്കി കൊടുക്കും, അള്ളാഹ് അതങ്ങ് നടപ്പാക്കി കൊടുക്കും. ഇങ്ങനത്തെ ചില അടിമകൾ അള്ളാഹ്ക്കുണ്ട്. അവരാണ് അള്ളാഹുവിൽ ലയിച്ച ഭ്രാന്തന്മാർ. ഇങ്ങനെ അള്ളാഹുവിൽ ലയിച്ച ഭ്രാന്തന്മാർ. സാധാ ഭ്രാന്തന്മാർ നമ്മൾ അറബിയിൽ പറയുന്നത് മജ്നൂൻ എന്നാണ്. അള്ളാഹുവിൽ ലയിച്ച ഭ്രാന്തന്മാർ മജ്ദൂബ് എന്നാണ്. മജ്ദൂബ് ജദ്ബിൻ്റെ ഹാലാണ് ഇല്ലേ. അവരുടെയും ബുദ്ധി നീങ്ങിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ, മനസ്സിലാവുന്നുണ്ട്. അവർ കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാനെ കണ്ട് അതിൽ ലയിച്ച് ആ കൽബ് കൊണ്ട് അവിടെ തന്നെ നിന്നുപോയവരാണ്. അവിടെ തന്നെ നിന്നുപോയി. അവരുടെ ചിന്തയിൽ അള്ളാഹ് മാത്രമേ ഉള്ളൂ, വേറെ ദുന്യവിയായി ഒരു സംഗതിയില്ല. അവരിങ്ങനെ അള്ളാഹുവിൽ ലയിച്ച് ഇങ്ങനെ കറങ്ങി നടക്കാൻ. അപ്പോൾ അവർക്ക് ഈ പറയുന്ന ബുദ്ധി നീങ്ങിയ ഒരു അവസ്ഥയുള്ളതുകൊണ്ട് അവർക്ക് നിസ്കാരം നിർബന്ധമില്ല, കാരണം അവരുടെ ബുദ്ധി പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ. പക്ഷേ സാധാ ഭ്രാന്തന്മാരല്ല ഇവർ, അള്ളാഹുവിൽ ലയിച്ച് ഭ്രാന്തായ ആളുകൾ, ഇവരെയാണ് മജ്ദൂബുകൾ എന്ന് പറയുക. ഇവർ ഒരു സംഗതി നീ നന്നാവില്ല എന്ന് പറഞ്ഞാൽ തീർന്ന് കഥ കഴിഞ്ഞു, മോനെ നിനക്കല്ല വർക്കെത്തിയട്ടെ എന്നെനിക്ക് പറഞ്ഞാൽ അൽഹംദുലില്ലാ. കാരണം എന്താ, ലൗ അഖ്സമ, ഇത് റസൂലുള്ളാഹിന്റെ ഹദീസാട്ടോ, ലൗ അഖ്സമ അലല്ലാഹ്, അവർ അള്ളാഹുവിൽ വല്ലതും പറഞ്ഞാൽ ല അബറ, ആ സെക്കൻഡിൽ അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് ഔലിയാക്കളിലെ സെക്കൻഡ് കാറ്റഗറിയാണ്, രണ്ടാമത്തെ ക്വാളിറ്റി ഉള്ളവരാണ്. ഫസ്റ്റ് ക്വാളിറ്റി ഔലിയാക്കൾ ഇവരല്ല കേട്ടോ. നമുക്ക് പറഞ്ഞാൽ മനസ്സിലായോ? ഇങ്ങനെ ഈ മജ്ദൂബുകൾ എന്ന് പറയുന്ന ഔലിയാക്കളിലെ രണ്ടാം തരക്കാരാണ്. ഒന്നാം തരക്കാർ ഇവരല്ല. ഒന്നാം തരക്കാരാരാണ്? അവർ കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാഹിനെ ആസ്വദിച്ചിട്ട് ആ അള്ളാഹുവിനെയും കൊണ്ട് ജനങ്ങൾക്കിടയിൽ വന്ന് മാന്യമായി ജീവിക്കുന്ന ആളുകൾ, മനസ്സിലായി, ബുദ്ധി മറയാതെ ജീവിക്കുന്ന ഔലിയാക്കൾ, അവരാണ് ഫസ്റ്റ് ക്വാളിറ്റി ഔലിയാക്കൾ. മറ്റവർ സെക്കൻഡ് ക്വാളിറ്റിയാണ് ഇല്ലേ. ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടത്തേക്ക് കപ്പലുകൾ ഉണ്ടായിരുന്നു, കപ്പലിൻ്റെ മുതലാളിയായിരുന്നു ജീലാനി തങ്ങൾ. പക്ഷേ ആ കപ്പലൊന്നും കൽബിലേക്ക് കയറിയില്ല, കൽബിലല്ല മാത്രം, കപ്പലൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്, മനസ്സിലായോ. അപ്പോൾ ദുനിയാവിൽ റാഹത്തായി ജീവിക്കുന്ന ഔലിയാക്കൾ, ജദ്ബിൻ്റെ ഹാലില്ലാത്ത ഔലിയാക്കൾ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളവരാണ്. എന്നാൽ ജദ്ബിൻ്റെ ഹാലിലേക്ക് എത്തിയ ഔലിയാക്കൾ സെക്കൻഡ് ക്വാളിറ്റിയിലുള്ളവരാണ്. പക്ഷേ ഈ സെക്കൻഡ് ക്വാളിറ്റിയിലുള്ള ഔലിയാക്കൾ എന്തെങ്കിലും ഒന്ന് അള്ളാഹുവിൽ സത്യം ചെയ്തു പറഞ്ഞാൽ ആ സെക്കൻഡിൽ അള്ളാഹു അത് നടപ്പാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു കാര്യം കൂടെ പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മജ്ദൂബുകളുടെ പേരിൽ മലയാളത്തിൽ അറിയപ്പെടുന്ന, മലയാളത്തിൽ ചില ആളുകൾ മസ്താന്മാരെന്നൊക്കെ അവരെ പറയും. ഞങ്ങൾ മസ്താനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മുറുക്കി തൂപ്പി ശരീരത്ത് പച്ച ഷാളും ഇട്ട് പച്ചത്തലക്കെട്ടും കെട്ടി കള്ളത്തരം കാണിച്ച് നടക്കണ ഇവന്മാരെ ചാട്ട പറഞ്ഞടിക്കണം. ഇത് അള്ളാൻ്റെ ഔലിയാക്കളല്ല, വേഷം കെട്ടി നടക്കണവന്മാരാണ്. വേഷം കെട്ടുകാർ പറ്റിക്കാനായിട്ട് ഒരുപാടുണ്ട്. അവർ മസ്താന്മാരാണെന്ന് അവർ സ്വയം അങ്ങോട്ട് പേരിടുകയാണ്. അതൊന്നുമല്ല മസ്താന്മാർ. അപ്പോൾ പെട്ടുപോകരുത്, അപകടമാണ്. ഇതുപോലെ യൂട്യൂബിൽ വന്നിരിക്കുന്ന മസ്താന്മാർ, ജനങ്ങളെ പറ്റിക്കാനായിട്ട് വേഷം മാറി നടക്കുന്ന മസ്താന്മാർ, അങ്ങനത്തെ മസ്താന്മാരൊന്നും ഇസ്ലാമിലില്ല കേട്ടോ. മജ്ദൂബുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതിയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. അള്ളാഹു ബോധം തരട്ടെ. അപ്പോൾ ഇവനെ പോലുള്ള ആളുകൾ ദിവ്യഗർഭമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് എൻ്റെ പൊന്നുവെങ്ങളെ നിങ്ങൾ കയറി കൊടുക്കല്ലേ, ജീവിതം തകർന്നു പോവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ നൂറെ ഹബീബ് മുത്തുമണികളോട് എനിക്ക് പ്രത്യേകം പറയാനുണ്ട്. നൂറെ ഹബീബ് വലിയ മുത്തുമണിയുടെ ഒരു അനിയൻ തങ്ങളുണ്ടെന്നാണ്, ഒരു അനിയൻ ചങ്ങാതിയുണ്ട്. മൂപ്പര് പറയണത് മൂപ്പരുടെ ശരീരത്ത് ശുഹദാക്കളെ കാണുമെന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ? എൻ്റെ ശരീരത്തിൽ ശുഹദാക്കളെ നിങ്ങളാരെങ്കിലും കണ്ടോ? റംലത്താത്ത കണ്ടിട്ടുണ്ട്. റംലത്താത്തയെ കാണും, റംലത്താത്തയെ കാണുള്ളൂ, വേറെ ആരും കാണൂല കേട്ടാ. എന്നാലും ഉണ്ട് റംലത്താത്ത, നിങ്ങൾ എത്ര സ്വഭാവലേറി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ എന്നാലും അവിടെ തന്നെ പോയിട്ട് ശുഹദാക്കളെ കണ്ടു കളഞ്ഞില്ലേ? സങ്കടം വരുന്നു. എന്താണല്ലേ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ. ആയത്തൊക്കെ ഓതലുണ്ട്. അല്ല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആയത്തൊക്കെ ഓതുന്നുണ്ട്, പക്ഷെ പൊട്ട തെറ്റാണ് ഓതുന്നത്. അതുപോലെ അറിയാൻ പാടില്ല. അതും മൂപ്പരുടെ ചേട്ടനായ നൂറെ ഹബീബ് തങ്ങൾക്കും അറിയാൻ പാടില്ല ഓതാനൊന്നും. ഇത് ഓതാൻ അറിയാൻ പാടില്ല എന്നുള്ളത് വല്ല കുറ്റമൊന്നുമല്ല. പക്ഷേ അറിയില്ലെങ്കിൽ അറിയില്ലാത്തവരെ പോലെ നിൽക്കണം. എല്ലാം അറിയാമെന്നുള്ള ഇതിലൊന്നും കയറി ജനങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥയൊന്നും ഉണ്ടാകരുത്. വിഡ്ഢികളിൽ നിന്ന് അറിവ് പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ശുഹദാക്കൾ ഇവരുടെ മേത്ത് കയറാൻ നടക്കാണോ? ഒരു കാര്യം ഉറപ്പിച്ചു, അങ്ങനെ മേത്ത് കയറി എന്ന് പറഞ്ഞ് വരേണ്ടവൻ്റെ മേത്തുള്ളത് പിശാചാണ്, വലിയുള്ളയല്ല. അള്ളാൻ്റെ ഔലിയാക്കൾ, അള്ളാൻ്റെ ശുഹദാക്കൾ അവർ കണ്ടവരുടെ ശരീരത്തിൽ കയറി നടക്കുന്നവരല്ല. ഞങ്ങളുടെ നാട്ടിലൊരു താത്ത ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഇടക്കിടക്ക് അവരുടെ ശരീരത്തിൽ ഏർവാടി പാപ്പ കയറുന്നതാണ്. പിന്നെ മഹാനായ സുബ്ഹാനല്ലാഹ് സയ്യിദ് ശുഹദാ ഇബ്രാഹിം ബാദുഷൽ റളിയല്ലാഹു അൻഹു മഹാൻ ഇവളുടെ മേത്തോട്ട് കയറാൻ വരികയാണ്.
അങ്ങനൊരു സംഗതി ഇല്ല, ഇസ്ലാമിലില്ല. അങ്ങനെ മേത്തോട്ട് കയറലില്ല. അള്ളാൻ്റെ ഔലിയാക്കൾ അങ്ങനെ കയറി നടക്കുന്നവരല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അത് തട്ടിപ്പാണ്. അത് പിശാചോ ജിന്നോ മാത്രമാണ് അവരുടെ ശരീരത്തിൽ കയറിയിട്ടുള്ളത്, അല്ലാതെ അള്ളാൻ്റെ ഔലിയാക്കളല്ല എന്ന് ഉറപ്പിക്കുക. മനസ്സിലായോ? റംലത്താത്ത അല്ലത് അറിയേണ്ടത്. റംലത്താത്തയുടെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വാലിഹീങ്ങളോടൊപ്പം ചേരാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ വ്യാജന്മാർ അള്ളാൻ്റെ ഔലിയാക്കളുടെ പേരിലും മഹാന്മാരുടെയൊക്കെ പേരിലും ഒക്കെ മജ്ലിസും ഒക്കെ ആയിട്ട് നടപ്പുണ്ട്. വ്യാജന്മാരുടെ പിന്നാലെ പോകല്ലേ, സ്വാലിഹീങ്ങളുടെ പിന്നാലെ നടക്ക്. സ്വാലിഹീങ്ങളായ മഹാരഥന്മാർ പണ്ഡിതന്മാർ പറയുന്നിടത്ത് നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈമാനും കൊണ്ട് അവരങ്ങ് പോകും. ഇപ്പം ഈമാൻ മാത്രമല്ല, മാനം പോലും പോകുന്ന അവസ്ഥയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഔലിയാക്കളാരാ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ടെൻഷനില്ല, പേടിയില്ല, ഒന്നുമില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ തഖ്വയുള്ളവരാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ. ആദ്യം പറഞ്ഞത് ദുനിയാവിൽ തന്നെ അവർക്ക് സന്തോഷമാണെന്നാണ്. ആർക്ക്? ഔലിയാക്കൾക്ക്, അവരുടെ പിന്നാലെ കൂടിയവർക്ക്. അവർക്ക് ടെൻഷനില്ല മക്കളെ, ദുനിയാവിൽ തന്നെ സന്തോഷമാണ്. ഇത് നഷ്ടക്കഥ പറയാനുള്ളൂ, കച്ചവടത്തിൻ്റെ തട്ടിപ്പ് കഥയും നഷ്ടക്കഥ ഇവർക്ക് പറയാനുള്ളൂ. ഇതൊന്നും ഔലിയാക്കളല്ല. വേഷം കെട്ടുകാരുടെ പിന്നാലെ പോയി ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ, പറയാനേ പറ്റുള്ളൂ. അള്ളാഹു നമുക്ക് ബോധം തരുമാറാകട്ടെ. ഔലിയാക്കളെ വ്യാജന്മാരാക്കുന്ന വഹാബികൾ ഒരു സൈഡിൽ, കള്ള ഔലിയാക്കളുടെ പിന്നാലെ കൂടുന്ന വേറെ കുറേ എണ്ണം ഒരു സൈഡിൽ. ഇതിൻ്റെ ഇടയിൽ അഹ്ലുസുന്ന എന്ന മനോഹരമായ പാതയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.